നമ്മുടെ നാട്ടിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അത് റീറ്റെയിൽ ആവട്ടെ ഹോൾസെയിൽ ആവട്ടെ ഏത് ലെവലിലും നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാലും ഒരു കാരണവശാലും പരാജയപ്പെടാൻ സാധ്യതയില്ലാത്ത നല്ല രീതിയിൽ വിജയിക്കാൻ സാധ്യതയുള്ള എല്ലാ സമയത്തും സീസൺ ആയിട്ടുള്ള അല്ലെങ്കിൽ എപ്പോഴും ഡിമാൻഡുള്ള ഒരു സൂപ്പർ ബിസിനസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ദിസ് ഇസ് ഇക്ബാൽ സു. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ എന്താണ് ആ ബിസിനസ് എന്നല്ല നമുക്കറിയാം. കിഡ്സ് വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സ്, അത് നിങ്ങൾക്ക് റീറ്റെയിൽ ഷോപ്പായിട്ടും ഹോൾസെയിൽ ആയിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും. നമ്മളിവിടെ സംസാരിക്കുന്നത് ഒരു റീറ്റെയിൽ ഷോപ്പിനെ കുറിച്ചിട്ട്. ഓക്കെ, നമ്മൾ റീറ്റെയിൽ ഷോപ്പ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ തുടങ്ങാം, എന്താണ് അതിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മറ്റൊന്നല്ല, വളരെ സിമ്പിളാണ്, നല്ല രീതിയിൽ നമ്മൾക്ക് ബൂം ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ ബിസിനസ്സാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമുക്ക് ചെറിയ കുട്ടികളുടെ ഡ്രസ്സ് എന്ന് പറയുന്നത്, നമ്മളൊക്കെ ചെറിയ കുട്ടികളുടെ ഡ്രസ്സ് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ അതിനൊന്നും വലിയ ബാർഗെയിൻ ചെയ്യാറില്ല. നമ്മൾ പൊതുവെ ആ ഡ്രസ്സുകൾ നമ്മൾ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞ് പൈസ കൊടുത്ത് വാങ്ങി വരാറാണ് ചെയ്യാറ്. നമ്മൾ ഇപ്പോൾ ബാർഗെയിൻ ചെയ്താലും നമ്മൾ ചെറിയ പൈസക്കൊക്കെ ബാർഗെയിൻ ചെയ്യാറുള്ളൂ. കാരണം ചെറിയ കുട്ടികൾക്കുള്ള ഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഡിമാൻഡുള്ള സംഭവമാണ്. കാരണം അതൊരു ന്യൂ ബോൺ ബേബീസ് മുതൽ അങ്ങോട്ട് ഒരു 14-13 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഒക്കെ ഡ്രസ്സുകൾ ഇതേപോലെ തന്നെയാണ് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ നോർമലി ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു ഷോപ്പ് തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് 0 to 8 വയസ്സ് വരെയുള്ള അല്ലെങ്കിൽ ഒരു 8 വയസ്സ് വരെയുള്ള കുട്ടികളുടെ, ന്യൂ ബോൺ മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഡ്രസ്സുകൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ തുടക്കത്തിൽ നമുക്ക് ചെയ്താൽ മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന്, നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ബേബി ഡ്രസ്സുകൾ എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, നമ്മളൊക്കെ ബേബി ഡ്രസ്സുകളൊക്കെ വാങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉള്ള സംഭവമാണ്. എന്നാൽ അതിന്റെ ഒരു അസൽ റേറ്റ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. ചെറിയ പ്രൈസിന് നമ്മൾക്കത് കൊണ്ടുവരാൻ കഴിയും. അപ്പൊ നമ്മൾ ആ ഒരു ഷോപ്പ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇതിന് വേണ്ട ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിൻ പുറത്ത് എടുക്കാം. ഒരു ചെറിയ സെന്റർ ആണെന്നുണ്ടെങ്കിൽ ആ സെന്ററിൽ എടുക്കാം. ചെറിയ ടൗണിലാണെങ്കിൽ ടൗണിൽ ഇഷ്ടംപോലെ പ്ലേസ് ഉണ്ട്. നമുക്ക് ഹോസ്പിറ്റലിന്റെ പരിസരം കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ വർക്കൗട്ട് ചെയ്യാൻ കഴിയും, നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ നല്ല കുറച്ചും കൂടി നല്ല ക്രൗഡ് വരുന്ന ഒരു ഏത് ഏരിയ ആണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ഷോപ്പ് സെറ്റ് ചെയ്തെടുക്കാൻ കഴിയും. ഇതിനായിട്ട് നമ്മൾക്ക് വേണ്ടി വരുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് നമുക്കൊരു 100 to 300 സ്ക്വയർ ഫീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 300 സ്ക്വയർ ഫീറ്റ് വരെ നമ്മൾക്ക് ആവശ്യമായിട്ട് വരും. കാരണം ആ 300 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിലാണ് നമ്മൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് കാണാൻ പറ്റുന്ന രീതിയിൽ. അത് 200 സ്ക്വയർ ഫീറ്റ് ആയതുകൊണ്ടും ചെയ്യാൻ പറ്റില്ല എന്നില്ല കേട്ടോ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഒരു 300 സ്ക്വയർ ഫീറ്റിന്റെ ഉള്ളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 200 to 300 അല്ലെങ്കിൽ ആ ഒരു 300 സ്ക്വയർ ഫീറ്റിന്റെ റേഞ്ചിൽ വരുന്ന രീതിയിലുള്ള ഒരു സ്പേസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾക്ക് സെറ്റ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഇത്രയും സ്ഥലം, ഈ ഒരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നല്ലൊരു സ്പോട്ടിൽ എടുക്കുക എന്ന് വെച്ചാൽ ആൾക്കാർക്ക് വരാൻ കഴിയുന്ന നല്ലൊരു ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്പോട്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾക്ക് ഒന്ന് രണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്പോട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, കാരണം ഫാമിലീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കാറൊക്കെ നിർത്തിയിടാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്ന ഒരു സ്പോട്ടായിരിക്കും. കാരണം വണ്ടി നിർത്താൻ പാർക്കിംഗ് ഇല്ലാത്തൊരു സ്പോട്ട് എപ്പോഴും ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർ അടുത്ത കട തെരഞ്ഞു പോകുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നല്ലൊരു പാർക്കിംഗ് ഏരിയ ഉള്ള ഒരു സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു സ്ഥലം കണ്ടെത്തുക. അപ്പൊ അതേപോലെ തന്നെ പിന്നെ ഇതിന് വേണ്ട നമ്മൾ സ്റ്റോക്ക് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ സ്റ്റോക്ക് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് 2-3 സ്ഥലങ്ങളുണ്ട്. അതിൽ മെയിനായിട്ട് നമുക്കറിയാലോ, നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, മെയിനായിട്ട് നമ്മൾക്ക് ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് ചീപ്പിൽ നമ്മൾക്ക് ഇതിന്റെ ഡ്രസ്സുകൾ കിട്ടുക എന്ന് പറഞ്ഞാൽ തിരുപ്പൂർ മാർക്കറ്റ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് മുംബൈയിൽ നിന്ന് എടുക്കാം, ബാംഗ്ലൂരിൽ നിന്ന് എടുക്കാം. ഇതുപോലെയുള്ള മാർക്കറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് എടുക്കാം. കൂടുതൽ നമുക്ക് തിരുപ്പൂരിൽ തന്നെ പിടിക്കാം. കാരണം തിരുപ്പൂർ നമുക്ക് നല്ല ഇതിന്റെ മാനുഫാക്ചറിങ് പ്ലാന്റുകളൊക്കെ വർക്ക് ചെയ്യുന്നത് അവിടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ചീപ്പ് റേറ്റിൽ ഈ സാധനം അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തിരുപ്പൂർ അല്ലെങ്കിൽ ബോംബെ പോലത്തെ സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാം. അത് കൂടുതലും നമ്മൾ ഇപ്പോൾ നമ്മളെ ഷോപ്പിലേക്ക് കൊടുന്നു തരുന്ന ആളുകൾ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ട് അവരിങ്ങനെ ലൈനിൽ സപ്ലൈ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. അവരെന്ന് എടുക്കാം. പക്ഷെ അതിനേക്കാൾ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി നമുക്ക് നല്ല മാർജിൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് തിരുപ്പൂർ പോലെയുള്ള മാർക്കറ്റുകളിൽ നമുക്ക് പിടിക്കാം. അതേപോലെ തന്നെ നമ്മൾ ഷോപ്പിൽ ചെയ്യേണ്ട 1-2 സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലൈറ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്റീരിയർ നല്ല രീതിയിൽ ചെയ്യുക. അത് ഭയങ്കര ആർഭാടമായിട്ട് ചെയ്യണം എന്നല്ല ഉദ്ദേശിച്ചത്.
ഉള്ള സംഭവം നമ്മളിപ്പോ ഒരു ചെറിയ രീതിയിൽ അതിന്റെ ഗ്ലാസ് വർക്കും റാക്ക് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൂടുതലും അതിൽ ലൈറ്റിംഗ് കൊടുന്നുകൊണ്ട് നല്ല രീതിയിൽ വെളിച്ചം അതിൻ്റെ ഉള്ളിലേക്ക് കിട്ടുന്ന രീതിയിലുള്ള ലൈറ്റിംഗ് സിസ്റ്റം സെറ്റ് ചെയ്യുക. പുറത്തു നിന്ന് ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് നല്ല രീതിയിൽ കാണുന്ന രീതിയിൽ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നല്ല അട്രാക്ഷൻ വരും, ഷോപ്പിന് ആളുകൾ കയറി വരും. അപ്പോൾ കട നമ്മൾ നല്ല രീതിയിൽ ചെറിയ ബഡ്ജറ്റ്, ചീപ്പ് ആൻഡ് ബെസ്റ്റ് രീതിയിൽ നമ്മൾ ഒരു ബഡ്ജറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇന്ത്യയിൽ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിനൊന്ന് പ്രൊമോട്ട് ചെയ്യലാണ്. നമ്മൾ ഇതിന്റെ ഓപ്പണിങ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പ്രൊമോട്ട് ചെയ്യണം. നമുക്കറിയാലോ ഇപ്പോൾ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഡെയിലി റീൽസ് കിട്ടും. നമുക്ക് ഇതിന്റെ ഒക്കെ ഓരോരോ വെറൈറ്റീസും ഡ്രസ്സിൻ്റെതും അതിൻ്റെതൊക്കെ വെറൈറ്റീസും കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് ഡെയിലി റീൽസും ഷോർട്സും ഫോട്ടോസും പോസ്റ്റും എല്ലായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടും, നല്ല രീതിയിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയും, ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഏത് ഭാഗത്താണോ ഷോപ്പ് ഉള്ളത് ആ ഒരു ചുറ്റളവിലേക്ക് നമുക്ക് നല്ല രീതിയിൽ ഇതിനെ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും. ഓക്കെ, ഇതുപോലുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് തന്നെ. പിന്നെ അതേപോലെ തന്നെ നല്ല രീതിയിൽ ഓഫർ കൊടുക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് നമ്മളൊരു പുതിയ ഷോപ്പൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ ഒരു ഓപ്പണിംഗ് ഓഫർ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, നല്ലൊരു ഓഫർ ഒക്കെ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഫെസ്റ്റിവൽസ് ഒക്കെ വരുന്ന സമയത്ത് ഇപ്പൊ നമുക്കറിയാലോ ഈദ്, ഓണം, ക്രിസ്മസ്, വിഷു ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകമായിട്ടുള്ള ഓഫറുകൾ കൊടുക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം പിന്നീടും ഇപ്പൊ ഒരു കസ്റ്റമർ ഒരു പ്രാവശ്യം വന്നു പോയി പിന്നെ അത് വരാതിരിക്കുക എന്നുള്ള സാഹചര്യം ഉണ്ടാവരുത്. കാരണം പിന്നീടും അവർക്ക് വരാൻ തോന്നുന്ന രീതിയിലുള്ള റേറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് നല്ലതായിരിക്കും. കാരണം ഉപയോഗിച്ചത് 1-2 പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷം അത് മോശമാണ് എന്നുള്ള ഒരു ഫീൽ അവർക്ക് വരരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് നല്ലൊരു പ്രൊഡക്റ്റ് ആവാൻ ശ്രമിക്കുക. കാരണം നമ്മൾ കസ്റ്റമർ എപ്പോഴും നമുക്ക് നിലനിർത്തണമെങ്കിൽ നമുക്ക് നല്ല പ്രൊഡക്റ്റ് കൊടുക്കണം എന്നുള്ളതാണ്, നല്ല സർവീസ് കൊടുക്കണം. അപ്പോൾ നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ, നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ കൊടുക്കാൻ ശ്രമിക്കുക. അത് ചെറിയ വിലക്കാണെന്നുണ്ടെങ്കിലും നല്ല പ്രൊഡക്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാലോ ഇതിലേക്ക് ഉൾപ്പെടുത്തേണ്ട പ്രൊഡക്റ്റുകൾ എന്താണെന്നൊക്കെയുള്ളത് നമുക്കറിയാം. ഇപ്പൊ ബേബി, ഈ ന്യൂ ബോൺ ബേബീസിന്റെ പ്രൊഡക്റ്റ് മുതൽ 8 വയസ്സ് വരെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം അതിൽ എല്ലാതും ഉണ്ടാവും. ചെറിയ ചെറിയ ഉടുപ്പുകൾ, ഫ്രോക്സുകൾ, സോക്സ്, ക്യാപ്പ്, അതേപോലെ തന്നെ ജീൻസ്, ട്രൗസറുകൾ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ബേബി ഡ്രസ്സിന്റെ എല്ലാ വെറൈറ്റീസും പുതിയ പുതിയ വെറൈറ്റികളും അതേപോലെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള വെറൈറ്റികളും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഭവമാണ് നമ്മൾക്ക് ഇതിന്റെ ഒരു പ്രോഫിറ്റ് എന്നുള്ളത്. നമുക്കറിയാം ഒരു 30-60% ഇതിൽ പ്രോഫിറ്റ് ആണ്. മനസ്സിലായില്ലേ? 30% മുതൽ 60% പ്രോഫിറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉള്ളതാണ്. അത് നമ്മൾക്ക് ഒരു ഇപ്പൊ ഒരു ബേബി ഡ്രസ് കടക്ക് നടത്തുന്ന ആളുകളായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിന്റെ ഒരു മാർജിൻ ഭീകരത എത്രയെന്നുള്ളത്. നല്ല രീതിയിൽ പ്രോഫിറ്റും നല്ല മാർജിനും ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ബേബി ഡ്രസ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾക്ക് അത്യാവശ്യം കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ മൊത്തത്തിൽ നമുക്കൊരു ബേബി ഷോപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ. പിന്നെ ഒരു കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മറ്റു ബിസിനസ്സുകൾ ചെയ്യുന്നത് പോലെ തന്നെ ഐറ്റംസ് കേടായി പോകുന്ന പ്രശ്നങ്ങളില്ല. അതേപോലെ തന്നെ നമുക്ക് ലോസ് വരുന്ന വിഷയങ്ങൾ ഉണ്ടാവില്ല. നമുക്ക് ഇന്ന് വിറ്റില്ലെങ്കിലും നാളെ വിൽക്കാം. അതേപോലെ തന്നെയാണ് നമുക്ക് എപ്പോഴും കസ്റ്റമേഴ്സ് ഉണ്ടാവും, എപ്പോഴും സീസൺ ആണ്, എപ്പോഴും കച്ചവടം നടക്കുന്ന ഒരു സംഭവമാണ്, എപ്പോഴും ബിസിനസ് നടക്കുന്ന ഒരു സംഭവമാണ് ഈ ബേബി ഡ്രസ് എന്നുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഷോപ്പ് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. ഇപ്പോൾ ഒരു പുതിയ ഷോപ്പ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ബേബി ഷോപ്പ് സെറ്റ് ചെയ്യലാണ്. നമുക്ക് ഏകദേശം ഒരു 2-2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റോക്ക് അടക്കം നമുക്ക് ഇന്ത്യയിലൊക്കെ ചെയ്ത് നമുക്ക് ഷോപ്പ് സെറ്റ് ചെയ്ത് അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് നമ്മളെ ചെറിയ സെന്ററിൽ നമ്മുടെ വീടിനടുത്ത് അല്ലെങ്കിൽ ടൗണിന് അടുത്തുള്ള നല്ല സെന്റർ നോക്കിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ചെറിയ രീതിയിൽ നമുക്ക് സാധനം സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. തീർച്ചയായിട്ടും അതിന്റെ 60% പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് നമുക്ക് ദിവസം കിട്ടുന്നു. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ലൈസൻസ് നമുക്കറിയാലോ, ട്രേഡ് ലൈസൻസ് എടുക്കണം. അതേപോലെ തന്നെ നമ്മൾ അത്യാവശ്യം ബൾക്കാണ് ക്വാണ്ടിറ്റി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഒരു GST എടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള സംഭവങ്ങളാണ്, വല്ല കോംപ്ലിക്കേറ്റഡ് ഉള്ള സംഭവങ്ങളൊന്നും ഇല്ല ഇതിൽ. നല്ല എളുപ്പത്തിൽ നമ്മൾക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ നമ്മൾക്ക് അത് നിന്ന് അതിനെ മാനേജ് ചെയ്യാൻ കഴിയും. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റാഫിനൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് തുടക്കത്തിൽ നമുക്ക് ഒരു 2 പേർക്കൊക്കെ നിന്നിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഷോപ്പ് സെറ്റ് ചെയ്തെടുക്കാം. ധൈര്യമായിട്ട് നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ പരാജയപ്പെടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം പരാജയമില്ല, കാരണം വിജയം തന്നെയാണ്. ഈ ഒരു ബേബി ഷോപ്പിന്റെ ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിജയം ഉറപ്പാണ്. പക്ഷെ
എല്ലാത്തിനും നമ്മൾ അതിൻ്റെതായിട്ടുള്ള എഫേർട്ട് നമ്മൾ ഇടുന്നതിനനുസരിച്ചായിരിക്കും നമ്മളെ ബെനിഫിറ്റ് എന്നുള്ളത്. കൂടുതൽ നമ്മൾ എത്രത്തോളം നമ്മൾ റിസ്ക് എടുക്കുന്നോ, എത്രത്തോളം നമ്മൾ എഫേർട്സ് ഇടുന്നോ, അത്രത്തോളം നമ്മൾ ബെനിഫിറ്റ് നമ്മൾ വർദ്ധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്സാണ്. പർച്ചേസ് ചെയ്യുന്ന രീതിയിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ, ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നല്ല നല്ല സാധനങ്ങൾ, നല്ല ഐറ്റംസ്, നല്ല മോഡേൺ ആയിട്ടുള്ള ഐറ്റംസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നല്ല എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിനൊക്കെ നമ്മുടെ ഷോപ്പിലേക്ക് എത്രയും ഒരു പുതിയ മോഡലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ വളരെ പെട്ടെന്ന് നമ്മുടെ ഷോപ്പിലേക്ക് അതിനെ എത്തിക്കാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പ് പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പൊ അതൊക്കെയാണ് അതിന്റെ എഫേർട്സ് കാര്യങ്ങൾ വരുന്നത്. നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കും. നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുന്ന ഓരോ ഐറ്റംസ്, ഓരോ മോഡലും നമ്മൾ അറിയണം നമ്മൾ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സ് നിങ്ങളെ വിട്ടുപോയില്ല എന്നുള്ള കാര്യം സംശയമില്ല. പിന്നെ നല്ല രീതിയിൽ നമുക്ക് അതിന്റെ മറ്റുള്ള ബേബി സെറ്റുകളും അതിന്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ സൂപ്പറായിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റിയ ഒരു സൂപ്പർ സാധനമാണ് ഈ ഒരു ബിസിനസ് എന്നുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്നിരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ.